ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. LDC GK 2020 കോഴ്സിലെ 57ാമത്തെ ക്ലാസ്സിൽ 56ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭരണഘടനയുടെ തുടർച്ചയായ ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ കോഴ്സിലെ മുമ്പത്തെ ക്ലാസ്സുകൾ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ യൂണിയനും ഭൂപ്രദേശത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ യൂണിയനും ഭൂപ്രദേശത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാണ്? ഒന്നാമത്തെ ഭാഗമാണ്. പാർട്ട് 1ലാണ് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആർട്ടിക്കിളിനെ തന്നെയാണ് നമ്മൾ അനുച്ഛേദമെന്നും വകുപ്പും എന്നൊക്കെ വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണ്? ക്വാസി ഫെഡറൽ. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറലാണ്. ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 3 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. നിലവിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 28. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതോടുകൂടി നിലവിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായത് 2014 ജൂൺ 2-നാണ്. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചാണ് തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ അവസാനം രൂപീകൃതമായ സംസ്ഥാനമാണ് തെലുങ്കാന. പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ വേണ്ട ഭൂരിപക്ഷം എത്രയാണ്? കേവല ഭൂരിപക്ഷം. പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിൽ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ആണ്. 1953 ഒക്ടോബർ 1-നാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കർ, HN ഖുസ്രു. ഫസൽ അലിയെ കൂടാതെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് സർദാർ KM പണിക്കറും HN ഖുസ്രുവുമാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ എന്തെഴുതും? സർദാർ KM പണിക്കർ ആണ് ശരി ഉത്തരം. നാട്ടുരാജ്യങ്ങളെ ഏകീകരിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി പ്രധാന പങ്ക് വഹിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ആരാണ്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ആരാണ്? VP മേനോനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു ചോദ്യവും PSC ചോദിക്കാറുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദിക്കാം. അതും VP മേനോൻ തന്നെയാണ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ പോളോ. 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തത്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്?
ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏത് തരം പൗരത്വമാണ്? ഏക പൗരത്വം. അപ്പോൾ ഇന്ത്യയിലുള്ള പൗരത്വം ഏത് പൗരത്വമാണ്? ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം? 5 രീതിയിൽ. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുന്നത്? 5 രീതിയിൽ. ആ 5 രീതി ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പഠിക്കാം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഏതൊക്കെയാണ് ആ 5 രീതിയിലുള്ള പൗരത്വം? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഇന്ത്യൻ പൗരൻ്റെ പൗരത്വം നഷ്ടപ്പെടാനുള്ള രീതികൾ എത്രയാണ്? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അതേതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹാരം. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹാരം എന്നീ 3 രീതികളിലൂടെ ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം. ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 2004. OCI എന്നാണ് ഇത് അറിയപ്പെടുന്നത്. OCIയുടെ പൂർണ്ണരൂപം എന്താണ്? ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ഇത് നിലവിൽ വന്ന വർഷം ഏതാണ്? 2004. പേഴ്സണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്, അതായത് PIO കാർഡ് എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1999 മാർച്ച് 30. PIO കാർഡ് എന്ന പദ്ധതി ആരംഭിച്ചത് 1999 മാർച്ച് 30. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15. PIO കാർഡ് OCI പദ്ധതിയിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? 2015 ജനുവരി 9. PIO കാർഡ് OCI പദ്ധതിയിൽ ലയിപ്പിച്ച വർഷം 2015 ജനുവരി 9. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദനീയമല്ലാത്തത് ഏതുതരം പൗരത്വമാണ്? ഇരട്ട പൗരത്വം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് ഇരട്ട പൗരത്വം അനുവദനീയമല്ല. OCI, അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, OCI നൽകുന്നത് എത്ര രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ്? 16. OCI നൽകുന്നത് 16 രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ്. PIO കാർഡുകളുടെ കാലാവധി എത്ര വർഷമാണ്? 15 വർഷം. PIO കാർഡുകളുടെ കാലാവധി 15 വർഷമാണ്. OCI കാർഡുകളുടെ കാലാവധി എത്ര വർഷമാണ്? അതിന് കാലാവധി ഇല്ല, ആജീവാനന്ത കാലാവധിയാണ്. OCI കാർഡുകളുടെ കാലാവധി ആജീവാനന്ത കാലാവധിയാണ്. ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകാം? 7 വർഷം. ഒരു വിദേശി ഇന്ത്യയിൽ 7 വർഷം താമസിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകാൻ പറ്റുകയുള്ളൂ. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിന്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗം എന്താണ്? രജിസ്ട്രേഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, അത് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള ഒരു മാർഗമാണ് ഈ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ്? പാർട്ട് 3. പാർട്ട് തന്നെയാണ് ഭാഗം.
അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ്. ഈ ആർട്ടിക്കിളുകൾ കൃത്യമായൊരു ഓർഡറിൽ പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പം പഠിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? യൂണിയനും ഭൂപ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തായിരുന്നു? പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഇവിടെ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. അമേരിക്കയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരന് ലഭ്യമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ 6 എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? അത് 7 എന്നാൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 ഉള്ളത്. ഈ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പഠിക്കാം. ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 മുതൽ 24, അതായത് ആർട്ടിക്കിൾ 23ഉം 24ഉം ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 4ാമത്തെ മൗലിക അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് അടുത്തത്. അത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ പറയുന്നു. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തതോടുകൂടിയാണ് 7 മൗലിക അവകാശങ്ങൾ 6 കുറഞ്ഞത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ കൃതി ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചനയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് പ്ലേറ്റോയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 1978 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം മാത്രമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല, മറിച്ച് ഒരു നിയമ അവകാശം മാത്രമാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെക്കുറിച്ച് മുമ്പ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31 ഇപ്പോൾ നിലവിലില്ല. സ്വത്തവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ മുമ്പ് പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31 ആയിരുന്നു. നിയമസമത്വത്തെക്കുറിച്ചും നിയമപരിരക്ഷയെക്കുറിച്ചും പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14. നിയമസമത്വത്തെക്കുറിച്ചും നിയമപരിരക്ഷയെക്കുറിച്ചും പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14 ആണ്.
നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14. അതുതന്നെയാണ് നിയമസമത്വം. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14 സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 16 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19. അപ്പോൾ എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്? 6 എണ്ണമാണ്. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? എഡ്മണ്ട് ബുർക്ക്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ എത്രാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ 21A ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86-ാം ഭേദഗതി. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86-ാം ഭേദഗതിയാണ്. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26. ഇന്ത്യൻ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം തടവിൽ വയ്ക്കാൻ കഴിയും? 3 മാസം. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി തടവിൽ പാർപ്പിക്കാൻ കഴിയുന്ന കാലാവധി 3 മാസമാണ്. ആർട്ടിക്കിൾ 22 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. ആർട്ടിക്കിൾ 22 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂർ. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22 ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. AKG എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിന്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. അടിയന്തരാവസ്ഥാ കാലയളവിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 23. അടിമത്തം നിരോധിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 23. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 24.
ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റഗ് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്. റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 23 24. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ 23 24 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ചോദ്യങ്ങൾ റിട്ടിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. റിട്ടുകൾ എത്ര വിധമാണുള്ളത്? 5. അപ്പോൾ റിട്ടുകൾ 5 വിധമുണ്ട്. ഏതൊക്കെയാണ് ഈ 5 റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറൻറ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറൻറ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി ഇവയാണ് 5 റിട്ടുകൾ. റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 226. അപ്പോൾ സുപ്രീം കോടതിയുടെ എത്രയാണ്? ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 226 പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് മാഗ്ന കാർട്ട. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് മാഗ്ന കാർട്ട. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിൽ. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ലാറ്റിൻ ഭാഷ. റിട്ടുകളെ കുറിക്കുന്ന വാക്കുകളെല്ലാം ലാറ്റിൻ ഭാഷയിൽ നിന്നുമുള്ളതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ഏത് ഭാഷയിൽ നിന്നുമുള്ളതാണ്? ലാറ്റിൻ ഭാഷയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് ഏതാണ്? മൻഡാമസ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മൻഡാമസ്.
നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മൻഡാമസ്. നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് മൻഡാമസ് ആണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ തന്നെയാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി. സെർഷ്യോററി എന്ന റിട്ട് എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ഏതാണ്? കോവാറണ്ടോ. കോവാറണ്ടോ എന്ത് റിട്ടാണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറണ്ടോ. കോവാറണ്ടോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം. എന്ത് അധികാരം എന്നാണ് കോവാറണ്ടോ എന്ന പദത്തിൻ്റെ അർത്ഥം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോവാറണ്ടോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറണ്ടോ. ഫാക്ടറീസ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1948. ഫാക്ടറീസ് ആക്ട് പാസാക്കിയ വർഷം 1948 ആണ്. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2012. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 ആണ്. ചൈൽഡ് ലേബർ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1986. ചൈൽഡ് ലേബർ ആക്ട് പാസാക്കിയ വർഷം 1986 ആണ്. കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 2005. കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയ വർഷം 2005 ആണ്. ഭരണഘടനയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വസ്തുതകളുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.